റാബിറ്റ് ഫാം സ്കൂളിലെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളുടെ ഇൻസ്പെക്ഷന് വന്നിട്ടുള്ളതാണ് ഇവിടെ. എൻ്റെ പേര് ഹാരിസ്, ഞാൻ താജുദ്ദീൻ. ഞങ്ങൾ ചങ്ങനകുളം കോക്കൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഞങ്ങൾ ഒരു 20 ദിവസത്തോളം ആണ്, കഷ്ടി ദിവസമാവുന്നു കൊടുന്നിട്ട്. ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇൻസ്പെക്ഷന് വന്നതിൻ്റെ സന്തോഷത്തിലാണ്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. ഈ നെറ്റിൻ്റെ ഒക്കെ കുറച്ച് കണ്ണികൾക്കും കൂടുതലുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ബോക്സ് ഉണ്ടാക്കിയാൽ ചെറിയൊരു മിസ്റ്റേക്ക് പറയുന്നുണ്ട്, അതൊന്നും ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഒന്നുകൂടി വലിപ്പം കൂടിയെന്നാണ് പറയുന്നത്, ഒന്നും കൂടി ചെറുതാക്കാൻ പറഞ്ഞിട്ടുണ്ട്. റാബിറ്റ് ഫാം സ്കൂളിൽ നിന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ചങ്ങനകുളത്തുള്ള മിസ്റ്റർ ഹാരിസ് ആൻഡ് താജുദ്ദീൻ ഇവിടെ ഫാമിലാണ്. ഇപ്പോൾ ഇവർ തുടങ്ങിയിട്ട് ഏകദേശം 10-20 ദിവസം ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഈ ഒരു നെറ്റിൻ്റെ കംപ്ലയിൻറ്റ്, ഇത്ര വലിയ നെറ്റാകുമ്പോൾ എലിയും അതുപോലെ ഈ ചേര, പാമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കയറി വരാൻ പെട്ടെന്ന് കഴിയും അതിന്. പിന്നെ അതുപോലെ വേറെ ചെറിയൊരു പ്രശ്നമുള്ളത് ഈ നെക്സ്റ്റ് ബോക്സിൻ്റെ ആണ്. ഈ നെക്സ്റ്റ് ബോക്സ് ഇത്ര വലുതായി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിതിൻ്റെ ഒരു കറക്റ്റ് അളവിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. പക്ഷെ അവരിത് ഉണ്ടാക്കിയതിന് ശേഷമാണ് ആ വീഡിയോ കണ്ടിട്ടുള്ളത്. ഇത് ഈ ഒരു സൈസിൽ ചെയ്ത ഇതാണ് ഇതിൻ്റെ കുഴപ്പം. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് യാതൊരു കാലത്തും നമുക്കിത് കയറ്റി വിടാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെ വെച്ചാൽ വളരെ എങ്ങനെ ക്രോസ് ആയാലും എങ്ങനെയായാലും ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അളവുകൾ നമ്മൾ കറക്റ്റ് ചെയ്ത് ഉണ്ടാക്കണമെന്ന് പറയാൻ കാരണം. ഇപ്പോൾ ഇവർ ഇപ്പോൾ തൽക്കാലം 1-2 കൂടെ ആക്കിയ ശേഷം അവർ ഇവിടെ നെറ്റ് കട്ട് ചെയ്തിട്ട് ഈ ഡോറിൻ്റെ സൈഡ് വലുതാക്കിയ ശേഷമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് സൈസ് ചെറുതാക്കിയാൽ വളരെ സുഖമായിട്ട് കൊള്ളും. പിന്നെ അതിൽ എത്ര വലുതാകുമ്പോൾ നമ്മുടെ ഈ കേജിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുകളിലിരിക്കാൻ തീരെ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, വേറെ ഇവിടെ വലിയ പറയത്തക്ക കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ കർഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ ഇത് തീർത്തും നമ്മുടെ കർഷകർക്കുള്ള ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ്. അതായത് അവർക്ക് ഇത് കാര്യങ്ങൾ കാണാനും കണ്ടു പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മളൊരു യൂട്യൂബിൽ നിന്ന് ഇതിനൊരു പൈസ പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ആരോടും ഇന്നേ വരെ നമ്മൾ ഇതിനെ ഒരു സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലെങ്കിൽ ബെൽബട്ടൺ അമർത്താനോ അല്ലെങ്കിൽ ലൈക്ക് അടിക്കാനൊന്നും ആരോടും നമ്മൾ ഇതുവരെ പറയാറില്ല. കാരണം നമ്മൾ ഇതിൽ നിന്ന് ഒരിക്കലും ഒരു വരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാവപ്പെട്ട നമ്മുടെ കർഷകർക്ക് അവർക്ക് ഇതിൽ നിന്നും അറിവുകൾ കിട്ടണം. അവർ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ ഫാമിലി ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവർ തിരുത്തി മുന്നേറണം. അതുപോലെ തന്നെ നമ്മളിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം, അത് ഇപ്പോൾ നമ്മുടെ കർഷകരല്ലാത്ത മറ്റൊരുപാട് മുതൽ കർഷകരുണ്ട് പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത് കണ്ടിട്ട് അവർക്ക് ശാസ്ത്രീയപരമായ അറിവുകൾ അത് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോകളോടെ അത് കണ്ടിട്ട് അവരും ഇത് നല്ല രീതിയിൽ ഈ ശാസ്ത്രീയമായ രീതിയിൽ അവരും ഈ മുയൽ കൃഷിയിൽ വളർന്നു വരണം. അപ്പോൾ അങ്ങനെ പൊതുവായിട്ടുള്ള ഒരു നല്ലൊരു ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ ഇപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഇൻസ്പെക്ഷൻ നടത്തുന്നതും നമ്മൾ ചെയ്യുന്ന വീഡിയോകളും തീർത്തും ആശയത്തിൽ നിന്നും മുയൽ കൊണ്ടുപോയ കർഷകരുടെ വീഡിയോകൾ മാത്രമാണ്. അവരുടെ ഫാം മാത്രമാണ് നമ്മൾ സന്ദർശിക്കുന്നതും നമ്മൾ വീഡിയോ എടുക്കുന്നതും. അല്ലാതെ ഒരിക്കലും നമ്മളുടെ അല്ലാത്ത ഒരു കർഷകരുടെ അടുത്ത് പോയിട്ടും നമ്മൾ വീഡിയോ ചെയ്യാറില്ല. അവരോട് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരാനും പറയാറുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി. കാരണം ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ചെറുതുരുത്ത് എന്താ സ്ഥലത്തിന് വേണ്ടി ചെറുതുരുത്ത് ഇവിടെ 16 കിലോമീറ്റർ പോയപ്പോൾ ക്ലാസ്സിൽ 3 ദിവസമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് കല്യാണം പറയാൻ പോണ പറയുന്നത് പിന്നെ ഈ വെള്ളം തണുത്തും അതിനും കുടിച്ചിപ്പോൾ വയറ് അങ്ങനെ ഞങ്ങൾ 12 മണിക്കൊക്കെ വരും. 1 മണിക്ക് നടക്കില്ല. നമ്മള്